പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 7-35 വാക്യം, ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് അത് ദൈവിക ക്രമീകരണമാണ്. അത് അനുഗ്രഹമായത് അത് സ്വീകരിക്കുന്നതിലൂടെയായിരുന്നു. സ്വീകരിക്കുന്നതിലൂടെ ഇപ്പോൾ ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ദൈവാനുഗ്രഹങ്ങളുടെ മുൻപിലാണ് നമ്മൾ നിൽക്കുക. നമുക്ക് പരിശുദ്ധ കുർബാന, ഈശോയുടെ ബലിയുടെ അനുസ്മരണം, ഈ ഒരു വലിയൊരു കാര്യം അത് സ്വീകരിക്കുന്നതിലൂടെയാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത്. നമ്മുടെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്. നമ്മളിതിനോട് എങ്ങനെയാണ് പരിശുദ്ധ കുർബാന, നമുക്ക് അലക്ഷ്യമായിട്ട് ഇരിക്കാം, അവിടെയൊക്കെ നോക്കിയിരിക്കാം, പല പല കാര്യങ്ങൾ ആലോചിച്ചിരിക്കാം, ഫോൺ നോക്കിയിരിക്കാം, വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കാം, പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളിത് സ്വീകരിക്കുന്നത് പോലെയാണ്. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നതിലൂടെയാണ്. നമുക്ക് ഈ ഒരു ചിന്ത സ്വീകരിക്കാം. നമ്മുടെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്. അനുഗ്രഹം കൺവെട്ടത്തുണ്ട്. ദൈവം തരാൻ തയ്യാറാണ്. നമുക്കത് സ്വീകരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഭാഗത്തുനിന്ന് അത് സ്വീകരിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അത് നമുക്ക് സംഭവിക്കട്ടെ. അത് നമുക്ക് മനസ്സിലാക്കി ദൈവം തരട്ടെ. ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെയും സ്രഷ്ടാവും നിയന്താവുമായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: വാത്സല്യമുള്ളവനെ, നിന്റെ അടുത്ത് വേഗം എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇത് എഴുതുന്നതാകട്ടെ, എനിക്ക് താമസം നേരിട്ടാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും സത്യത്തിൻ്റെ തുണവും കോട്ടയുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടതെങ്ങനെയെന്ന് നിന്റെ അറിവിനായി നിർദ്ദേശിക്കാനാണ്. നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ദൂതന്മാർക്ക് ദൃശ്യനായി ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. ലോകം അവനിൽ വിശ്വസിച്ചു. മഹത്വത്തിലേക്ക് അവൻ സംവഹിക്കപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്. എല്ലാവരും കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്. അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണയാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവർത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി. കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു: ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? അവർ ആരെപ്പോലെയാണ്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണ് അവർ. എന്തെന്നാൽ യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു. അവനെ പിശാച് ബാധിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ ഇതാ ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം ലൂക്കാ 7:31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. അതിന് മുൻപുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈശോയുടെ ഒരു വഴക്ക് പറച്ചില. 7-ാം അധ്യായം അത് 24-ാമത്തെ വാക്യം മുതൽ സ്നാപയോഹന്നാൻ മാമോദീസ കൊടുത്തുകൊണ്ടിരിക്കുക. ഈശോ പോലും പോയി മാമോദീസ സ്വീകരിച്ചു. ഈശോയ്ക്കത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഈശോ പോലും പോയി മാമോദീസ സ്വീകരിച്ചു. അത് പാപികൾക്കുള്ള അനുതാപത്തിൻ്റെ മാമോദീസയാണ്. അപ്പോൾ അത് ഈശോ പോയി സ്വീകരിച്ചു. കുറേ ആളുകളും പോയി സ്വീകരിച്ചു. കുറേ പാവപ്പെട്ട മനുഷ്യർ പോയി സ്വീകരിച്ചു. അവർക്കത് മനസ്സിലായി. അത് അനുതാപം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കത് മനസ്സിലായി. ഈ ഫരിസേയരും നിയമജ്ഞരും അവരത് സ്വീകരിച്ചില്ല. അവരവിടെ പോയി നോക്കി നിന്നിട്ട് പോന്നു. നമ്മൾ ചിലപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിലൊക്കെ ഇങ്ങനെ കാഴ്ച കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നത് പോലെ, അങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെ അവർ പോയി അവിടെ നിന്ന് കൊള്ളാലോ, സ്നാപയോഹന്നാൻ അങ്ങനെ മാമോദീസ കൊടുക്കുന്നു, അത് അങ്ങനെ വെറുതെ നോക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, അതിനൊക്കെ പെറുപെറുത്ത് അങ്ങനെ അവരങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ അവരെ നോക്കി ഈശോ പറയുന്നൊരു കാര്യമാണ്, ഒരു വഴക്ക് പറച്ചില്ല. നമ്മൾ വീട്ടിലൊക്കെ പറയുന്നത് പോലെ ജനക്കൂട്ടത്തോട് പറയാൻ തുടങ്ങി ഈശോ, നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? അവിടെ വല്ല ഭംഗിയുള്ള എന്തെങ്കിലും കാണാനായിട്ടാണോ? അവിടെ ഉള്ളത് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചവനും അങ്ങനെ കാട്ടുകിളിയും വെട്ടുതേനും ഒക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു സന്യാസി അവിടെ നിന്ന് മാമോദീസ കൊടുക്കുന്നത് നിങ്ങൾ വലിയ സംഭവം കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പോയത്? അപ്പം ഈ രീതിയിലാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ? മോടിയായി വസ്ത്രം ധരിച്ച ആഡംബരത്തിൽ ജീവിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണല്ലോ. അതുമല്ലെങ്കിൽ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെയോ? ഇങ്ങനെ പറഞ്ഞിട്ട് ഈശോ ഒരു കമൻറ്റ് സ്നാപയോഹന്നാനെ കുറിച്ച് പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനില്ല. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും ലൂക്ക 7:29 ഇത് കേട്ട് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച സാമാന്യ ജനവും ചുങ്കക്കാരും ദൈവനീതിയെ പ്രഘോഷിച്ചു. അവർക്ക് സന്തോഷമായി. കാരണം ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തല്ലോ, ദൈവമേ അത് ചെയ്യാൻ പറ്റിയല്ലോ, അത് ചെയ്തല്ലോ, ദൈവം ഇന്ന് കുമ്പസാരിക്കാൻ പറ്റിയല്ലോ, ദൈവമേ പള്ളി പോകാൻ പറ്റിയല്ലോ, കർത്താവെ എനിക്കൊരു വിശ്വാസിയാകാൻ പറ്റിയല്ലോ, ദൈവമേ ഞാൻ ഈശോയെ അറിഞ്ഞല്ലോ. ഇങ്ങനെ ഒരു ചാരിതാർത്ഥ്യം അവർക്കുണ്ടായി. ലൂക്ക 7:30 ഫരിസേയരും നിയമജ്ഞരുമാകട്ടെ യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു. അതാണ് അവരുടെ തെറ്റ്. അവരെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ പെറുപെറുപ്പും ഇങ്ങനെ കുശുമ്പ് പറച്ചിലും ഒക്കെ ആയിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ വെറുതെ ഇങ്ങനെ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇപ്പം നമുക്ക് കുഴപ്പമില്ല, ഈ വൈറ്റ് മാർബിളിൽ അത് നടന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ്. അപ്പം ശനി ഞായറൊക്കെ ഇവിടെ ആൾ കൂടുതലാണ്. അപ്പോൾ അവരോട് ഇങ്ങനെ ഈ കൈവരി വെച്ചിരിക്കുന്ന അടുത്തൊക്കെ വന്ന ആളുകൾ ഇങ്ങനെ അവിടെ നിൽക്കാം. അപ്പോൾ കാഴ്ച സമർപ്പണത്തിന് വരേണ്ടവർ 4 വരിയായിട്ട് വരണമല്ലോ. അപ്പോൾ ഈ സ്ഥലം 4 വരിക്കുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ കുർബാന സമയത്തും മുൻപ് തന്നെ പറഞ്ഞു നിങ്ങൾ അങ്ങനെ വഴിയിലൊന്നും ഇരിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെങ്കിലും പിന്നീട് കുറേ പേര് വന്നങ്ങനെ ഇരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ മൈക്കിലെപ്പോഴും ഇത് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് ലൈവ് പോകുന്ന ശുശ്രൂഷയാണ്. മൈക്കിലെപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ലോകം മുഴുവൻ കേൾക്കുക. അപ്പം ഞാനത് മൈക്കിൽ പറയാതിരിക്കാൻ വേണ്ടി വായന ആയപ്പോഴും ഞാനിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഞാൻ അവരോട്, അപ്പോൾ അത് ക്യാമറയിൽ കാണില്ല, അപ്പോൾ അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ ഒന്ന് നിയന്ത്രിച്ചു. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. പക്ഷേ ആളുകൾ, ഓ അച്ഛൻ അങ്ങനെ ഇറങ്ങി വരാവോ, കുർബാനയുടെ അച്ഛൻ അങ്ങനെ ഇറങ്ങി വരാവോ? അതാണ് ആളുകളുടെ ചിന്ത.
അതായത് കുർബാന അർപ്പണം കഴിഞ്ഞു, വചനപ്രഘോഷണം കഴിഞ്ഞു, വെഞ്ചരിപ്പ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു, ഒത്തിരി നന്മകൾ അതിലൂടെ സംഭവിച്ചു. പക്ഷെ അവരുടെ ഇത് അച്ഛൻ അങ്ങനെ ഇറങ്ങി വരാവോ? ഇത് ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇന്നത്തെ സുവിശേഷം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർ ദൈവഹിതം നിരസിച്ചു കളഞ്ഞു. അവരവിടെ പോയി നിന്നിട്ട് നോക്കി നിന്നിട്ട് പോന്നു. ഈശോ ദൈവം ക്രമീകരിച്ചൊരു സംവിധാനമാണ്. സ്നാപയോഹന്നാനെ അയച്ചിട്ട് മാമോദീസ കൊടുത്തു. അതവർക്കത് മനസ്സിലായില്ല. പക്ഷേ അവർ അതിനെ പെറുപെറുക്കാൻ തുടങ്ങി, പല പല കാര്യങ്ങളും. അത് ലൂക്കായുടെ സുവിശേഷം, അത് വളരെ വ്യക്തമായിട്ട് പല സ്ഥലത്ത് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. 2-ാമത്തെ വചനം ലൂക്ക 15:2, ഫരിസേയരും നിയമജ്ഞരുമാകട്ടെ പെറുപെറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ പെറുപെറുപ്പും കുറ്റം പറച്ചിലും. അതാണ് ഒരു പ്രശ്നം. അപ്പം അവരെ നോക്കി, അവർ ആരെപ്പോലെയാണ്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണ് അവർ. അതാണ് 1-ാമത്തെ ആരോപണം. അത് പെറുപെറുപ്പാണ്. അവരിങ്ങനെ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഞാൻ കുറേ പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്ക് കിട്ടിയില്ല, ഞാൻ എത്ര കുർബാന അർപ്പിച്ചു എനിക്കത് കിട്ടിയില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പല കാര്യങ്ങളും ഒന്നിനും ഒരു തൃപ്തി ഉണ്ടാവില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു കളിയാണെന്ന് തോന്നുന്നു. കുട്ടികളുടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കളിയാണ്. അപ്പോൾ ഒരു കല്യാണം പോലെ അവർ കളിക്കും. നമ്മൾ കുട്ടികൾ കളിക്കല്ലേ, മണവാടലും മണവാട്ടിയും. അപ്പം ആൺകുട്ടികളെ കുഴലൂതുമ്പോൾ പെൺകുട്ടികൾ നൃത്തം ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു കളിയുടെ രീതി. ഇനി മരണം കളിക്കും. ഒരാൾ മരിച്ചു കിടക്കുന്നതായിട്ട് അവർ അഭിനയിക്കും. അപ്പം വിലാപഗാനം ആൺകുട്ടികൾ ആലപിക്കും, സങ്കടപ്പാട്ട് പാടും. അപ്പോൾ പെൺകുട്ടികൾ കരയണം. അപ്പോൾ ഇത് കരയുന്നില്ല, പെൺകുട്ടികൾ കരയുന്നില്ല. ആൺകുട്ടികൾ കുഴലൂതിയപ്പോൾ പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ പരാതി അതാ, നിങ്ങൾ ചെയ്തില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പരാതിയാണ്. എന്തിനു വേദനയും പരാതിയാണ്. കല്യാണം കഴിച്ചവർക്ക് ജീവിത പങ്കാളിയെക്കുറിച്ച് പരാതിയാണ്. പക്ഷെ കല്യാണം കിട്ടാത്ത മനുഷ്യരുടെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ കിട്ടിയത് അനുഗ്രഹമായിട്ടല്ലേ കരുതുള്ളൂ. കുട്ടികളില്ലാത്തവരുടെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുണ്ടായതിനെക്കുറിച്ച് നന്ദി പറയാനല്ലേ തോന്നൂ. എന്തിനു വേദനയും പരാതി. ഇനി അടുത്തത് കുറ്റം പറച്ചില. അപ്പം സ്നാപയോഹന്നാൻ ഇങ്ങനെ കാട്ടുതേനും വെട്ടുകിളികളുമാണ് സ്നാപയോഹന്നാൻ്റെ ഭക്ഷണം. അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി അവൻ വന്നു. അവനിങ്ങനെ കാട്ടിലെ ഭക്ഷണങ്ങളാണ് കഴിച്ചത്. നമുക്കെന്താ കുഴപ്പം? സ്നാപയോഹന്നാൻ കാട്ടിലെ തേനും വെട്ടുകളികളും ഭക്ഷിച്ചത് നമുക്കെന്താ കുഴപ്പം? അപ്പം പറയാണ്, ഇവന് പിശാചാണെന്ന് തോന്നുന്നു, ഇവന് ഭ്രാന്താണെന്ന് തോന്നുന്നു. അച്ഛനെന്താ കുഴപ്പം? ഞാൻ ഒരിക്കലും ഒരു പള്ളിമുറ്റത്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് പണിയൊക്കെ എടുക്കണം, നല്ലതാണല്ലോ. അപ്പം അടിച്ചു വാരാൻ പോയി. അപ്പം മാർക്കറ്റിൽ അതിന് ആളുകൾ കാണുമല്ലോ, അച്ഛൻ അടിക്കുമോ, അച്ഛൻ മുറ്റമൊക്കെ അടിക്കുമോ, പള്ളിമുറ്റമൊക്കെ പള്ളി പരിസരമൊക്കെ അച്ഛൻ വൃത്തിയാക്കുമോ. അപ്പോൾ ഒരാളെ കൂടി അങ്ങനെ ചെയ്യാൻ. അപ്പം വികാരി അച്ഛൻ വെളുപ്പിന് നടക്കാൻ പോവും, 4 മണിക്ക് നടക്കാൻ പോവും. അപ്പം ഞാൻ വിചാരിച്ചു ആളുകൾ ഇനി കാണണ്ട എന്ന് കരുതി അച്ഛൻ നടക്കാൻ പോകും. 4 മണിക്ക് എഴുന്നേറ്റ് അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ജംഗ്ഷനിൽ പോയിരുന്നിട്ട് ആളുകൾ പറയും, അയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു, അയാൾ ചൂലും പിടിച്ചടക്കണമെന്ന്. അയാൾക്ക് ഭ്രാന്താണെന്ന് എന്നെക്കുറിച്ച് പറഞ്ഞതാ, അയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളൊട്ട് ചെയ്യവില്ല, നമ്മൾ മറ്റുള്ളവരെ ചെയ്യിപ്പിക്കുകയില്ല. ഇങ്ങനൊരു സംഭവം. ഇനി ഈശോ ആണെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വീഞ്ഞൊക്കെ കുടിച്ച് ആ കാലഘട്ടത്തിൽ എല്ലാവരോടും കൂടെ വന്നപ്പോൾ ഈശോയെക്കുറിച്ച് ദേ കള്ളുകുടിയൻ, വീഞ്ഞുകുടിയൻ, ദേ വന്നിരിക്കുന്ന ഭോജനപ്രിയൻ. അതാണ്. എന്തിനു വേദന പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, പറയേണ്ട ഒരു കാര്യമില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് കുറ്റം പറച്ചിലും പെറുപെറുപ്പും കുറ്റം പറച്ചിലും. അതാണ് ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് പെടാപ്പാടുപെടുന്നതും മൂത്ത മകനെ ഒന്ന് സാന്ത്വനപ്പെടുത്താനാണ്. അവൻ സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാ പറയുന്നത്. അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവൻ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക, എനിക്കത് തന്നില്ല, എനിക്കിത് തന്നില്ല. വേശ്യകളോട് കൂട്ടുചേർന്ന് വന്നിരിക്കുന്നവൻ അവനെല്ലാം കൊടുത്തു, എനിക്കൊന്നും തന്നില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
അത് ദൈവത്തോട് നമ്മൾ വീട്ടിൽ പറയാറുണ്ട്, അങ്ങനെ ദൈവത്തോടും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എത്ര നേർച്ചകൾ നേർന്നതാണ്, ഞാൻ എത്ര മുട്ടിന് നിരങ്ങിയതാ. അതൊന്നും ഒരു ഈശോയോട് കണക്ട് ചെയ്യാത്ത ചില കാര്യങ്ങളാണ്. കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും മുട്ടിന് നിരങ്ങി അത് അഭിഷേകമാകുമോ? മുട്ടിന് നിരങ്ങുന്നത് നല്ല കാര്യമാണ്. ഈശോയുടെ വേദന ശരീരത്തിൽ ഏറ്റെടുക്കുന്ന നല്ലൊരു ശുശ്രൂഷയാണത്. പക്ഷെ അത് കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെയും അതൊക്കെ ചെയ്തിട്ട് കുറുക്ക് വഴികളിലൂടെ പോകാൻ ശ്രമിച്ചാൽ അതാണ്. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളല്ല പലപ്പോഴും ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ദൈവത്തോട് പരാതിപ്പെടുകയാണ്. മാതാപിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഈശോയെ സ്വീകരിച്ചു. നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഈശോയെ സ്വീകരിച്ചപ്പോൾ മുതൽ ആ ഈശോയെ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്നു. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന് പറയുമ്പോഴും അവൾക്ക് അസ്വസ്ഥതയില്ല. അവൾ ഈശോ കുരിശിൻ്റെ വഴിയിലൂടെ ഈശോ നടന്നു പോകുമ്പോഴും അവൾ പതറാതെ ഈശോയുടെ കൂടെ നടന്നു. കുരിശിൻ ചവിട്ടിപ്പോൾ നല്ല അന്തസ്സായിട്ട് നിന്നു. ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ചു. ഈശോയുടെ ശരീരം മടിയിലേക്ക് സ്വീകരിച്ചു. അതാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത്. അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. ലൂക്കാ 7:35. നമ്മൾ സ്വീകരിക്കുന്നത് പോലെ ഇരിക്കും. നല്ല സാഹചര്യങ്ങളുണ്ടായി, നല്ല കാര്യങ്ങളുണ്ടായി, പക്ഷേ പലതും വേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. ഇല്ല, നല്ല ദുശീലങ്ങളിൽ പെട്ടുപോയവർ അതൊക്കെ സ്വീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ദൈവം തന്ന അനുഗ്രഹങ്ങൾ അത് കൃത്യമായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എത്രമാത്രം ഉന്നതിയിലേക്ക് നമ്മളെ ദൈവം കൈപിടിച്ച് നടത്തുന്ന അനുഭവം ഉണ്ടാകും. അതാണ് നമുക്കൊന്ന് അവസാനിപ്പിക്കേണ്ട 2 കാര്യങ്ങളാണ് പെറുപെറുപ്പും കുറ്റം പറച്ചിലും. ഇത് നെഗറ്റീവ് ടോക്സാണ്, അൺനെസസറി ടോക്സാണ്, ഒരാവശ്യമില്ലാത്ത വർത്തമാനങ്ങളാണ്. ഈ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ നിർത്തിയും മാതാവിൻ്റെയും ഈശോയുടെയും നിശബ്ദത അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കൂ. അപ്പോൾ നമുക്ക് കുറേ അനുഗ്രഹം ഉണ്ടാകും. നമ്മളിങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കുക. കിട്ടിയത് കിട്ടി, എനിക്കിത് മതി കർത്താവേ, എനിക്ക് നീ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് അത് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് എല്ലാത്തിനും ഒരു സംതൃപ്തി കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കതിന് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പെറുപെറുപ്പും കുറ്റം പറച്ചിലും എന്തിനും ഏതിനും മറുപടി പറയുന്ന രീതി തന്നെ അവസാനിപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. എന്തിനും ഏതിനും മറുപടി പറയുന്ന രീതി, നമ്മളിരിക്കുന്നതിന് രാവിലെ എഴുന്നേക്കുന്നതിന് എന്തിനേതിനും കാരണം, അങ്ങനെ എന്തിനും ഏതിനും മറുപടി പറയുന്നതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി നമ്മൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. എനിക്ക് ജയിക്കണം, വർത്തമാനം പറഞ്ഞ് എനിക്ക് ജയിക്കണം. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ തോറ്റുപോയി എന്നാണ് പലരുടെയും വിചാരം. പക്ഷെ അങ്ങനെ തോറ്റുകൊടുത്താൽ നീ ജയിക്കും പ്രിയ പൈതലേ. നീ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കുന്നിടത്തോളം കാലം നീ തോറ്റുകൊണ്ടേയിരിക്കും. അമ്മതൻ മാറിൽ മയങ്ങും കുഞ്ഞിൻ്റെ ശാന്തത ഇന്നെനിക്കേകൂ, അമ്മിഞ്ഞ പാൽ നുകർന്നിടും കുഞ്ഞിൻ്റെ ആനന്ദം ഇന്നെനിക്കേകൂ, ദൈവമേ അങ്ങനെക്കേകൂ. ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ. കുഞ്ഞ് അമ്മയുടെ ആ ശാന്തത, അമ്മയുടെ മാറിൽ മയങ്ങുമ്പോഴുള്ള ശാന്തത, അമ്മയുടെ പാൽ നുകരുമ്പോഴുള്ള ആനന്ദം, അതിനൊന്നും ആവശ്യമില്ല, അതിനൊന്നും പരാതിയില്ല, ഒന്നും ഡിമാൻഡൊന്നുമില്ല. അതുപോലെ കർത്താവിൻ്റെ കരങ്ങളിൽ ഇങ്ങനെ നിന്നു കൊടുക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ ചെയ്തതാ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കിന് നിറവേറട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചതുപോലെ അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വെച്ചു കൊടുക്കാം. കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കാഴ്ചയേകാം ജീവിതം
ദൈവമേ, ആശയിൽ പീലാശയിൽ കാഴ്ചയേകാം ജീവിത കാരുണ്യവാൻ നല്ല ദൈവമേ, സ്നേഹമായി സാദരം സ്വീകരിച്ചാടൂ ഏലയായി എന്നോടേ ഈ കാഴ്ചകൾ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ നന്മയ്ക്കുമായി അഗ്രഹങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾ തൃക്കൺ പാർക്കുകയും അങ്ങേ ദാസരുടെ ഈ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഓരോരുത്തരും അങ്ങേ നാമത്തിൻ്റെ സ്തുതിക്കായി അർപ്പിക്കുന്നത് എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിജിതവും ന്യായമന്ത്രി. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മതിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ
അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളെ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശും മരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും
ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന നിങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ റോബർട്ട് ബെല്ലാർമിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമുക്ക് എഴുന്നേൽക്ക്. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാളി എങ്ങളിൽ കനിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാളി എങ്ങളിൽ കനിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാളി എങ്ങളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയദാനത്തിൻ്റെ പ്രവർത്തനം ഞങ്ങളുടെ മനസ്സുകളിലും ശരീരത്തിലും നിറഞ്ഞു നിൽക്കണമേ. അങ്ങനെ ഞങ്ങളുടെ അനുഭവങ്ങളല്ല, പിന്നെയോ അതിൻ്റെ പ്രവർത്തന ഫലം തന്നെ എന്നും ഞങ്ങളിൽ വർദ്ധമാനമാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.